എന്താ സത്യശീല എന്തിരുത്താത്? എത്ര ദിവസമായി ഇതിന്റെ പണി തുടങ്ങിയിട്ട്? 1.5 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയ സാധനല്ലേ ഇത്? വെള്ളത്തിലാവപ്പത്? എങ്ങനെയത് വെള്ളത്തിലാവണത്? എന്താ കായൽ അവിടെ അല്ലേ? കായൽ ഇങ്ങോട്ട് അടിച്ചാർത്ത് വന്നിട്ട് ഈ തറക്കെ പാടാണ്ട് പുഴക്കിയിട്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോകും. തന്റെ തറ വെള്ളത്തിന്റെ അടിയിലാവണ കാര്യമല്ല പറഞ്ഞത്. ഇതിനിറക്കിയ കാശ് വെള്ളത്തിലാവുമോന്ന്. അങ്ങനെ കാശ് വെള്ളത്തിലാവണത്? എന്താ കല്ലടിച്ച് ഞങ്ങൾ കാണാല്ലേ? പിന്നെ നല്ല സ്ട്രോങ് അല്ല ബെൽറ്റ് ഇട്ടുണ്ട്. കമ്പിക്ക് എന്താ വില? മണലിന് എന്താ വില? ഇതിനൊക്കെ പൈസ വേണ്ടേ? ആ പൈസക്ക് അങ്ങനെ ചെലവായി. നിങ്ങൾ പെരുതിയിലോട്ട് എണ്ണ ഒഴിക്കാൻ വേണ്ടിട്ടാണോ മാഷ വന്നത്? അല്ല കുട്ടിയെ, ഞങ്ങളിപ്പോ ഇല്ലാത്ത കാശ് മുടക്കി ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. 10-13 മാസമായി മനുഷ്യൻ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ടൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ടും ഇനി ഈ സാധനം ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടോ? കുട്ടി അതിനിങ്ങനെ താടിക്കും കയ്യും കൊത്തുപടി ഇരുന്നിട്ട് കാര്യമില്ല. കാണണ്ടവരൊക്കെ കണ്ട് എന്താ ചെയ്യണ്ടെന്ന് ആലോചിക്കണം. എല്ലാവരും പോയി കണ്ടില്ലേ? ഒരുത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും അവർ അത് കൊണ്ടുപോകാന്ന് പറയും. അത് കൊണ്ടേ കൊടുക്കുമ്പോൾ അവരൊരു വേറൊരു കുന്തക്കുടിയും വേണമെന്ന് പറയും. എന്നിട്ട് അതിന് ചെല്ലുമ്പോൾ അത് മാത്രം പോരാ, വേറൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. ഇത് നടന്ന് ആളുടെ ഊപ്പാടിളകി. അല്ല ഇപ്പം എന്താ സത്യത്തിൽ കാര്യം ഇത് മുടങ്ങാൻ? ഓ എൻ്റെ മാഷ, എന്നെ കൊണ്ട് വയ്യതിപ്പം ഞാൻ നാട്ടുകാരോട് പറഞ്ഞു മടുത്തു. നീ ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കും മാഷ്ക്ക്. മാഷേ, തീരദേശത്ത് നിന്ന് 100 മീറ്റർ വിട്ടിട്ടേ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിയമം. അതിനെന്താ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണല്ലേ പ്രശ്നമുള്ളൂ? നമ്മൾ കയറിയിരിക്കും ഒരു വീടല്ലേ വെക്കണത്. നിങ്ങളെന്താ പ്രാന്ത് പറയണത്? വീട് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനമാണ്. അതെല്ലേ? ആ, നിങ്ങളൊന്നുമില്ലെങ്കിൽ മാഷല്ലേ. മാഷേ, ചേട്ടൻ കുറച്ച് നാൾ ഒരു കോൺട്രാക്ടറുടെ കൂടെ പോയ കാര്യം മാഷിന് അറിയാലോ. അപ്പൊ ഈ ചേട്ടന്റെ അളവും ടേപ്പൊക്കെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ കൃത്യമായിട്ട് 100 മീറ്റർ വിട്ടിട്ടാണ് അളന്നിട്ട് വെച്ചത്. ഇത് ഫൗണ്ടേഷൻ 100 മീറ്റർ അളന്നില്ലേ? പിന്നെന്താ പ്രശ്നം? മാഷേ, ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടി അളന്നപ്പോ ഉണ്ടായ കായലല്ല ഈ പഞ്ചായത്തുകാർ വന്ന് അളന്നപ്പോ ഉണ്ടായിരുന്നത്. 4-5 മഴ പെയ്ത് വെള്ളം ഇങ്ങ് കയറി ഒരു 2-2.5 മീറ്ററോളം. അപ്പൊ പഞ്ചായത്തുകാർ വന്ന് അളന്നപ്പോഴത്തേനും 100 തികയൂല. ഇതെന്താ ഒരു തേര കമ്മി? വെള്ളം കയറിയപ്പോ ഞങ്ങൾ വെള്ളം കുടിച്ചു. ഏതായാലും ഇത്രയും കാലം ശ്രമിച്ചില്ലേ? ഒരു 2-2.5 മാസം കൂടി ക്ഷമിക്ക്. മീനിന്റെ മേട മേസല്ലേ, നല്ല വെയില്. 2 മാസം കഴിയുമ്പോൾ വെള്ളം അങ്ങോട്ട് കുറയും. അപ്പൊ നമ്മൾ അളന്നു കഴിഞ്ഞാൽ കരയിൽ നിന്ന് 100 മീറ്റർ കറക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് വീട് പണി തുടങ്ങാം. ഏയ് എന്താ ബുദ്ധി? അതിന്റെയൊക്കെ സംഗതി വേറെയാണെന്ന്. ഈ സർവേ സ്കെച്ചില്ലേ? സർവേ സ്കെച്ചോ? ഈ പഴയ ഈ കായലിന്റെ തീരവും പിന്നെ നമ്മുടെ ഈ സ്ഥലങ്ങളുടെ ഇതിന്റെയൊക്കെ ഒരു അളവും ഇതൊക്കെ തിട്ടപ്പെടുത്തിയിട്ടുള്ള പഴയ സർവേ സ്കെച്ച് ഉണ്ട്. ഈ സർവേക്കാര് വന്ന് അളന്നു നോക്കിയപ്പോ കായലിന്റെ പുറമ്പോക്ക് കൊറേ ഇങ്ങോട്ട് കയറി വരും. കായലിന്റെ അതിർത്തിയേ ഇങ്ങോട്ട് കേറി പോരൂന്ന്. അപ്പൊ ഈ സർവേക്കാര് കാണിച്ചു തന്ന അതിർത്തി ഉണ്ടല്ലോ, അവിടുന്ന് പഞ്ചായത്തുകാർ അളന്നപ്പോഴത്തേനും 96.5 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ തികയില്ല. അതാ ഇപ്പൊ പ്രശ്നം. അതിന് നിങ്ങൾ എന്തിനാ ഈ 100 മീറ്റർ കറക്റ്റ് ഇങ്ങനെ നൂല് പിടിക്കണ പോലെ പിടിച്ച് ഒരു 10 അടി അങ്ങോട്ട് നീക്കി കെട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതുണ്ടോ? അതെ, നിങ്ങളിന്റെ അടുത്ത് വല്ലതും കേൾക്കൂട്ടാ. അപ്പൊ അങ്ങോട്ട് നോക്കാതെ വേറെ ആളുടെ സ്ഥലല്ലേ? ഓ, അപ്പൊ ആ പുറത്ത് സ്ഥലമില്ല അല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെക്കേലെ മാധവൻ കഴിഞ്ഞ ആഴ്ചയല്ലേ പാല് കയറ്റി താമസാക്കിയത്? അതെ. അയാളുടെ വീട് കായലിന്റെ അവിടുന്ന് 100 മീറ്റർ ഇല്ലല്ലോ, 50 ഉള്ളൂ. അതെങ്ങനെ? ആവങ്ങൾ പറയും. അവിടെ മത്സ്യത്തൊഴിലാളി അല്ലേ അവര്, അവർക്ക് 50 മീറ്റർ മതിന്ന്. അതായത് പ്രകൃതിക്ഷോഭം വന്നു കഴിഞ്ഞാൽ ആളുകൾ വെള്ളം കയറിയിട്ട് ചത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 100 മീറ്റർ മാറിയിട്ട് വീട് വെക്കണം എന്ന് പറയണത്. ഇതേ നിയമം തന്നെയാണ് ഈ 50 മീറ്റർ മാറിയിട്ട് വീട് വെച്ചോളാനും പറയണത്. അപ്പൊ എന്താ അവരൊക്കെ വെള്ളം കയറിയിട്ട് ചത്തോട്ടേനോ? ഇതെന്ത് നിയമമാണ്? ശരിയാ. നിങ്ങളെന്ത് ശരിയാന്ന് പറയുന്നത്? നിങ്ങൾ മാഷാണ്, നിങ്ങൾക്ക് ഒന്നിട്ട് അറിയില്ല. ഞാനീ ഹിന്ദി പഠിപ്പിക്കണ മാഷായോണ്ട് ഹിന്ദിയിൽ ഈ വക നിയമവും സാധനമൊന്നും ഇല്ലാണ്ട് അതിൽ വലിയ ഞാനൊന്നുമില്ല. ഹിന്ദിയിൽ ഇപ്പൊ വലിയ ഞാനാണ്. ഹിന്ദിയിൽ എന്താ പ്രശ്നം? ആപ്പിനെ നയാ പഞ്ചായത്ത് സെക്രട്ടറി കോ ദേഖാ താ? എന്തെന്ത്? അതായത് പുതിയ പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങൾ പോയി കണ്ടോ എന്ന്. പുതിയ പഞ്ചായത്ത് സെക്രട്ടറി? സെക്രട്ടറി മാറിയല്ലോ. അപ്പൊ നമ്മുടെ സെക്രട്ടറി നാരായണൻകുട്ടി സാറ് മാറിയോ? പിന്നെ ഞാൻ ഇന്നലെ വീട്ടു നികുതി അടയ്ക്കാൻ പോയപ്പോഴല്ലേ കണ്ടത്, അവിടെ ബോർഡ് എഴുതി വെച്ചിരുന്നു സെക്രട്ടറി ലോലി തന്നെ. അതേ കിടക്കണം. ഇനിയിപ്പോ ആദ്യം മുതൽ തുടങ്ങേണ്ട ഒരു ഈ വക പരിപാടിയൊക്കെ. നിങ്ങളൊന്ന് പോയി ഒന്ന് അന്വേഷിക്കാമോ? അവിടെ പോയി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാനും നടന്നാലോ? വെറുതെ ഇരിക്കണ്ട, നീ പോയി കണ്ടോക്ക്. അല്ല, നിങ്ങൾ പരിചയമുണ്ടോ? എനിക്കോ? എനിക്ക് പരിചയമൊന്നുമില്ല. അതെ. എന്നിട്ട് വേണം ഞാൻ അതിന്റെ പിന്നാലെ തൂങ്ങി തിരിഞ്ഞ് നടക്കാം.